ചാരുലതേ ചഞ്ചല ഹൃദയേ കോമളാങ്കി കോമള അങ്കി നീ എന്റെ വത്സേ വത്സലേ വത്സലേ ഓ വത്സലേ വത്സലേ നിന്റെ പൂങ്കവളിൽ ചുടുചുംബനങ്ങൾ കൊണ്ട് പാദമുദ്രകൾ അർപ്പിച്ചാൽ നീ എനിക്ക് എന്തു തരും പ്രിയേ? പറയൂ പറയൂ. ചെരുപ്പ് കൊണ്ട് മുദ്ര പതിപ്പിച്ച് നിന്റെ മോന്നര ഷേപ്പ് ചെയ്യാൻ പട്ടി. എടാ എലുമ്പേ, നിനക്ക് എന്റെ പെങ്ങളെ തന്നെ പ്രേമിക്കണോടാ? അല്ലാതെ എന്റെ പെങ്ങളെ എനിക്ക് പ്രേമിക്കാൻ പറ്റുമോ? ഉത്തരം പറയുന്നോടാ. എന്ത് ധൈര്യത്തിലാടാ നീ ഇവിടെ കയറി വന്നത്? ഏത് പട്ടിയാടാ നിന്നെ ഇവിടെ സ്വീകരിച്ചിരുത്തിയത്? ഞാനാ. ഞാനാണ് അവനെ സ്വീകരിച്ചിരുത്തിയത്. ഓഹോ, അപ്പൊ എല്ലാവരും ചേർന്നുള്ള കളിയായിരുന്നു അല്ലേ? അതെ, വത്സലയും വിശാലാക്ഷനും തമ്മിൽ ദിവ്യമായ പ്രേമത്തിലാണ്. താമസിയാതെ അവര് വിവാഹിതരാകുകയും ചെയ്യും. പ്രേമിക്കാനും പെണ്ണ് കെട്ടാനും എന്ത് യോഗ്യത ഇവനുള്ള? എന്റെ വ്യക്തിത്വത്തിൽ തുടരുത്, അവിടെ മാത്രം തൊട്ട് കളിക്കരുത്. നിന്നേക്കാൾ യോഗ്യത അവനുണ്ട്. ഇന്ത്യ മുഴുവൻ പടർന്നു കിടക്കുന്ന ഒരു കമ്പനിയുടെ എഫ്ഒ ആണ് അവൻ. എഫ്ഒ, അതിനോടൊപ്പം ഒരു എക്സ് കൂടി ചേർത്താ പൂർണ്ണമാകും. അയ്യോ ചേച്ചി, വിഷേട്ടിനെ കുറുക്കാന്ന് വിളിച്ചു. അതിഥികളെ ആക്ഷേപിക്കരുത്. അതിഥിയോ? അതെ, ഇപ്പൊ അതിഥി. വൈകാതെ തന്നെ ഇവൻ നിന്റെ അളിയനും ആവും. എന്റെ പെങ്ങളാണ് ഇവള്. ഈ കാര്യത്തിൽ എനിക്കും ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. ഒരു പവൻ പൊന്നോ ഒരു 100 രൂപ നോട്ടോ തികച്ച് കാണാത്ത നീ എന്ത് തീരുമാനിക്കാനാടാ? പൊന്നും പണവും സമ്പാദിച്ച് പെങ്ങളെ കെട്ടിച്ചയക്കാമെങ്കിൽ നീ തന്നെ തീരുമാനിച്ചോ. ഏത് കോലോത്ത തമ്പുരാനെ കൊണ്ട് വേണമെങ്കിൽ കെട്ടിച്ചോ. എനിക്ക് ഈ തമ്പുരാൻകുട്ടിയെ കൊണ്ട് കെട്ടിക്കാനേ സാധിക്കൂ. അല്ലാതെ തെണ്ടി തിരിഞ്ഞു വന്ന് ആങ്ങളെ ചമയാൻ ശ്രമിച്ചാറുണ്ടല്ലോ, നിന്റെ റേഷൻ കാർഡ് ഞാൻ കീറിക്കളയും. മനസ്സിലായടാ? എന്നെങ്കിലും ഒരു ഇരുട്ടടി നിനക്ക് ഞാൻ തരുവടാ പട്ടി. എന്താടാ നോക്കി പേടിപ്പിക്കാടാ ഞാനൂലേ? പേടിച്ചു പോയല്ലേ? തമ്പുരാൻകുട്ടി ഇരിക്കേ. എന്ത് പറ്റി? കീറിയോ? ആ, പുട്ടും കടലയും കോഴിയിറച്ചി എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ഓഹോ, വിശ്രമം മാത്രമല്ല ഭക്ഷണമുണ്ട്. ചേച്ചി ഇതിന് കൂട്ടു നിൽക്കല്ലേ? അച്ചോട്ടൻ പറയണ പോലെ ഒന്നും കൊടുക്കാതെ ഒരുവൻ കെട്ടാൻ തയ്യാറായ അത് ഭാഗ്യം കരുതല്ലേ വേണ്ടത്. ഇതിനെ കെട്ടി തലയിൽ വെച്ച് കൊടുത്താല് ഒന്ന് ചുമക്കാൻ പോലുള്ള ആരോഗ്യമുണ്ടോ അന്നത്തിലേക്ക്? ഈ ലോകത്ത് വേറെ ഒരു സുന്ദരനെയും കിട്ടിയില്ല നിനക്ക് പ്രേമിക്കാൻ. വിശ്വേട്ടൻ എനിക്കിഷ്ടമാണ്. ബാഹ്യ സൗന്ദര്യത്തിലല്ലല്ലോ ഒരു പുരുഷന്റെ വ്യക്തിത്വം. ഓഹോ, അപ്പൊ എക്സ്റേ എടുത്ത് അവന്റെ ആന്തരിക സൗന്ദര്യം കൂടെ നീ കണ്ടെത്തി കഴിഞ്ഞു അല്ലേ? കൊള്ളാം. ഒന്നിച്ചു പൊറുക്കേണ്ടത് അവളല്ലേ, നീ എന്തിനാ ബഹളം വയ്ക്കണേ? കണ്ട അണ്ടനെ അടകോടനെയും കയറി അളയാന്ന് വിളിക്കേണ്ട എന്റെ ഒരു ഗതികേട്. ഒന്ന് നീനാൻ വെച്ച് ഇനിയിപ്പോ ഒരു മരപ്പട്ടി. അത്രയ്ക്ക് കുറച്ചിലാണെങ്കിലേ ഞങ്ങൾ ആരുമല്ലാന്ന് പറഞ്ഞാ മതി. എന്നെ ഒരു ദേവതയെ പോലെ പൂജിക്കുന്ന ആളാ വിശ്വേട്ടൻ. അന്നം കാണാത്തവന് പച്ചരിക്കഞ്ഞ് കിട്ടിയാലും അത് പാൽപ്പായസമാണെന്ന് തോന്നൂടി. ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചില്ലേ? വിശാലാക്ഷൻ വിശക്കുന്നു. ചിക്കൻ സൂപ്പ് റെഡിയായില്ലേ? ഇതൊക്കെ തന്നെ ധാരാളാ. ഇനി എന്തിനാ ചിക്കൻ സൂപ്പ്? തീറ്റിക്കാവടാ, തീറ്റിക്കാം. സ്വന്തം വീട്ടിൽ തന്നെ കോഴി മുട്ടിക്കാന്ന് വെച്ചാ എനിക്ക് പ്രതികരിക്കണം. പ്രതികരിക്കാൻ മറ്റു മാർഗമൊന്നും നീ കണ്ടില്ലേ? തൊഴിലും ത്വരയൊന്നും ഇല്ലാത്തവന് പ്രതികരിക്കുന്നതിന് പോലും പരിമിതി ഉണ്ടടാ. റാങ്ക് ലിസ്റ്റിൽ പേരുള്ള ഒരു അഭ്യസ്ത വിദ്യനെ നിലയ്ക്ക് എനിക്ക് നിങ്ങളുടെ വികാരമൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഹോ, എന്നാലും ഭാവിയെ പറ്റി യാതൊരുവിധ ഗ്യാരണ്ടി ഇല്ലാതെ നിങ്ങൾ എങ്ങനെ കുടുംബത്തെ മാനേജ് ചെയ്യും? ഹോ, വലിയ കഷ്ടം. ഞാനിപ്പോ താമസിയാതെ ക്ലർക്കാവും. കാരണം എന്റെ റാങ്ക് ലിസ്റ്റിന്റെ ഒരു പൊങ്ങച്ചം. കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സപ്പർ സംഘത്തിന്റെ നിയമാവലിയിൽ ഒരു നിബന്ധന ഉണ്ട്. അതായത് സംഘാംഗങ്ങളുടെ വീട്ടിൽ മോഷണം അരുത്. ശരിയാണ്. ഇന്ന് നിന്റെ വീട്ടിൽ വെച്ചാകുമ്പോ നാളെ അത് എന്റെ വീട്ടിൽ വെച്ചാ. അതെ. അല്ലെങ്കിലും കോഴി ആയാലും താറാവായാലും ഇളനീരായാലും ആരാന്റെ മുതൽ കട്ടു തിന്നുമ്പോഴ ഒരു രുചി. അതുകൊണ്ട് അവനവന്റെ വീട്ടിൽ മോഷണം വേണ്ട. ആണത്വത്തിന്റെ ആണിക്കല്ല് സ്വന്തം കുടുംബാംഗങ്ങൾ ചേർന്ന് പറിച്ചെടുക്കുമ്പോ അതിനെതിരെ പ്രതിഷേധിക്കാൻ ആത്മാർത്ഥ സുഹൃത്തുക്കൾ പോലും ഇല്ലെന്ന് വെച്ചാൽ. ശരി, അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നിയമാവലി തൽക്കാലത്തേക്ക് നമുക്ക് മാറ്റി എഴുതാം. ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ വെച്ച്. ഓക്കെ? ഇരുട്ടാണേ സൂക്ഷിക്കണേ. സൂക്ഷിച്ച് സൂക്ഷിച്ച്. പട്ടിയുണ്ടോ? അളിയനുണ്ട്. അളിയനെ പൂട്ടിയിട്ടുണ്ടല്ലോ. മിണ്ടാകാട. കോഴിക്കോടെത്താനായി. കോഴിക്കോടോ? അയ്യോ, ഉറങ്ങ. വിളി വിളി. കിടക്കല്ലേ കിടക്കല്ലേ. പോയി കളിച്ചോ. എന്ത് ഭ്രാന്തായത്? അങ്ങനെ ഒരുത്തൻ ഇനിയോട് സൽക്കരിക്കണ്ട.
ഞാനങ്ങ് എത്തിക്കോളാം. നീ എവിടെ പോവുക? ഞാനങ്ങ് എത്താം, ചെറിയ പണിയുണ്ട്. അവസാനം മറ്റുള്ളവർക്ക് പണി ഉണ്ടാക്കല്ലേ. ചായേ. എന്താടാ? കഷ്ടം. കഷ്ടം. കഷ്ടമല്ല, കാഷ്ടം. വത്സലേ, വത്സലേ, വത്സലേ. പിടിക്കണം വിചാരിക്കാം. ഉയ്യോ, മീനാക്ഷി എന്തായാലും അയ്യോ, എനിക്ക് കാണാൻ വയ്യേ. കോഴിക്കള്ളന്മാരെ പിടിക്കാൻ വന്നതായിരുന്നു ഞാൻ. അയ്യോ ദൈവമേ, എന്റെ കോഴികളെ മുഴുവൻ ആരോ ഓടിച്ചോട്ട് പോയി. ഞാൻ ഒളിച്ചു നിന്ന് പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു, പക്ഷെ കൈവിട്ടുപോയി. കള്ളന്മാർ തലക്കെട്ടില്ലയോ? അല്ല, കള്ളനാണെന്ന് കരുതി ഞാനാ അവനെ തല്ലിയത്. മോനെ, നിനക്ക് വേദനിച്ചോ? ആളെ മനസ്സിലായോ? ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല, പക്ഷെ മുതുകിനെ നോക്കി ഒരു ഏർ കൊടുത്തു. ആളിന്റെ ശരീരാവസ്ഥയിൽ മിക്കവാറും ആ ഏറിന് ചാവാനാണ് സാധ്യത. കറുത്ത് തടിച്ച ആളെന്നല്ലേ കേളുപണിക്കർ പറഞ്ഞത്? ഇരുട്ടത്ത് പിന്നെ ആളെ കാണുമ്പോ കറുത്ത് തന്നെ ആയിരിക്കില്ലടോ വിവരദോഷി. ആരായിരിക്കും അത്? എന്തായാലും നമ്മളല്ലല്ലോ, അത് തന്നെ ഒരു ആശ്വാസം. എന്തിനാ വാദപ്രതിവാദം നടത്തണേ? കുഞ്ചു ഇപ്പൊ ഇങ്ങ് എത്തുമല്ലോ, അപ്പോഴറിയാലോ ആളാരാണെന്നുള്ളത്. പേപ്പറിൽ എന്താ വിശേഷം? എന്തുവാടാ? പേപ്പർ മടക്കിയപ്പോ വിരൽ അതിനിടയിലായി പോയി. ആ ആളിങ് എത്തിയല്ലോ. വരണം, പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. കള്ളനെ നേരിൽ കണ്ടു എന്ന് കേട്ടു. ആളെ തിരിച്ചറിഞ്ഞു. പാണ്ടിക്കാരാണ്, പട്ടാളക്കാരാണെന്നൊക്കെ പറയുമ്പോ എനിക്ക് അറിയാമായിരുന്നു കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന്. അതെ അതെ. ആരുടെങ്കിലും രൂപസാദൃശ്യം തോന്നുന്നുണ്ടെങ്കിലേ ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഞാനില്ലേ ഇവിടെ. ഇവൻ തന്നെ കള്ളൻ. കള്ളം, പച്ചക്കള്ളം. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കോഴി കണ്ടിട്ട് പോലുമില്ല. കോഴിയേ കണ്ടിട്ടില്ലെന്നോ? അയ്യട. ഇല്ല, ഇന്നലെ രാത്രി ഞാൻ കോഴി കണ്ടതേ ഇല്ല. വ്യക്തിവൈരാഗ്യം കൊണ്ട് അവൻ എന്നെ കോഴിക്കള്ളനാക്കുന്നതാ. അയ്യോ, ഇവൻ തന്നെയാണ് കള്ളൻ, ഞാൻ നേരിൽ കണ്ടതാ. അങ്ങനെ ഒരാളെ മാത്രം സംശയിച്ചാലോ? വിശ്വസിക്കാൻ പറ്റിയ തെളിവുകൾ വല്ലതും ഉണ്ടോ? തെളിവുണ്ട്. എവിടെ? ഇവന്റെ മുതുകിൽ ഏറുകൊണ്ടൊരു കലയുണ്ട്. ഇല്ല ഇല്ല ഇല്ല, പച്ചക്കള്ളം. ഏതായാലും എല്ലാവരുടെയും വിശ്വാസത്തിന് വേണ്ടി ആ മുതുകൊന്ന് കാണിക്ക. ഇല്ല, എന്റെ മുതുകിൽ കലയേ ഇല്ല. എടോ, ഇല്ലെങ്കിൽ താരം തന്നെ പഠിക്കണേ. ആ ഷർട്ട് അഴിച്ച് കാണിച്ചോട്ടെ. ഞാൻ പല്ലി കേട്ടിട്ടില്ല. മുതുകില് കലയുണ്ടോ നോക്കാൻ അതിനിപ്പം ബ്രേസർ ഇട്ടില്ലെങ്കിൽ എന്താ? ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് തുണി അഴിക്കാൻ എനിക്ക് നാണക്കേടാ. ഓ, ഇതിപ്പോ എന്റെ ചാരിത്രവും പോകണം പരിശോധിക്കുന്ന പോലെയാ. പുറത്താനും പറയാ, ഷർട്ട് അഴിക്ക്. എന്തായാലും തന്റെ ഷർട്ട് അഴിച്ചിട്ട് തന്നെ കാര്യം. അഴിക്കടാ ഷർട്ട്. അഴിക്കടാ. മര്യാദയ്ക്ക് അഴിക്കുന്ന എനിക്ക് നല്ലത്. ഞാൻ അങ്ങേ അറ്റം പോയ ഇന്ത്യൻ പ്രസിഡന്റ് ആവും. ഇങ്ങേ അറ്റം വന്ന തനി തറയാണല്ലോ തെണ്ടി. അഴിക്കടാ. നിങ്ങൾ കേൾക്ക്, ഞാനൊരു സത്യം പറയാം. എനിക്ക് മുതുകില്ല. എന്നാ മുതുകില്ലാത്ത ജന്തുവിന്റെ മുതുക എനിക്കൊന്ന് കാണാം. കാലമായിട്ട് നോക്കി ഞാനല്ല കോഴി പൊട്ടിച്ചത്, ഞാനല്ല പട്ടി. ഒരു പാവം നിരപരാധിയെ നാട്ടുകാർ ചേർന്ന് ഈ പരുവത്തിലാക്കി.
പക്ഷെ സത്യാവസ്ഥ ചേട്ടനെങ്കിലും വിശ്വസിക്കണം. ഉടയ തമ്പുരാൻ ആകാശത്ത് ഇറങ്ങി വന്ന് നിന്നെ ചൂണ്ടി കള്ളനാണ് എന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കൂല. പക്ഷേ ഇതെനിക്ക് വിശ്വസിച്ചേ പറ്റൂ. അയ്യോ, ഞാൻ കള്ളനല്ല, സത്യസന്ധനായ ഒരു നിരപരാധിയാണ്. എടാ നിരപരാധിയുടെ മോനെ, അന്ന് ഉച്ചയ്ക്ക് പുഴുങ്ങിയ കോഴിമുട്ടയും പൊരിച്ച കോഴിയിറച്ചിയും മൂക്കറ്റ് നക്കി നക്കി തിന്നേച്ച് അന്ന് രാത്രി തന്നെ ഇവിടെ വന്ന് കോഴിയെ മോഷ്ടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോടാ? സത്യമായിട്ട് ഞാൻ കോഴിയെ മോഷ്ടിക്കാൻ വന്നത് അല്ലായിരുന്നു. പിന്നെ നട്ടപ്പാതിരിക്ക് കോഴിക്ക് തീറ്റ കൊടുക്കാൻ വന്നായിരുന്നോടാ കുറുക്ക? എന്നെ വിശ്വസിക്കൂ, ഞാൻ ആരെ പിടിച്ച് വേണമെങ്കിലും സത്യം ചെയ്യാം. നിർത്ത്. വ്യക്തമായ തെളിവുണ്ട്. മുതുകിലെ കലയല്ല എന്റെ തെളിവ്. കാണണോ നിനക്ക്? മീനാക്ഷി, മീനു! ഈ ഡയറി തന്നെയല്ലേ? എന്താ മിണ്ടാത്തത്? സംഭവം നടന്ന അന്ന് രാത്രി ഈ വീട്ടുപറമ്പിൽ നിന്നും കണ്ടുകിട്ടിയ തൊണ്ടിയാണിത്. അത് പിന്നെ മിണ്ടിപ്പോരുത്. പെണ്ണുങ്ങളെ പോറ്റുന്ന കോഴികളെ മൂട്ടിക്കുന്നതിനേക്കാൾ അന്തസ്സായി ഏതെങ്കിലും ബാങ്ക് കൊള്ളയടിച്ചുവിടാ. എന്നാ എന്നെ കൊന്താം. കൊണ്ടാത്തന്റെ ഒരു കുറുക്കന്റെ ലക്ഷണം. എന്റെ തൊഴിലാണ് സത്യം. നിർത്ത്. തൊഴിൽ പിടിച്ചാണ് സത്യം ചെയ്യുന്നതെങ്കിൽ ഡയറി പിടിച്ചല്ല സത്യം ചെയ്യേണ്ടത്, കോഴിയെ പിടിച്ച് സത്യം ചെയ്യണം. കോഴിയാണ് സത്യം. ഇറങ്ങി പോടാ അവിടുന്ന്. ആരെ പഠിപ്പിക്കാ? തനി കുറുക്കൻ തന്നെയല്ലേ? വത്സലെ, നീയെങ്കിലും എന്നെ വിശ്വസിക്കും, ഞാൻ കള്ളനല്ല. കുഞ്ചേട്ട കണ്ടതല്ലേ? ആ മഹാഭാവി പാവം ചെയ്യാത്തവനെയാണ് കല്ലെറിഞ്ഞത്. എഫോനൊപ്പം എക്സ് കൂടി ചേർത്ത പൂർണ്ണമായെന്ന് ഇപ്പൊ ബോധ്യായി. അയ്യേ, നെഞ്ചു വളർന്ന് മസ്തിഷ്കം പുറത്തെടുത്താലും വിശ്വസിക്കില്ല എന്ന് വെച്ചാൽ എന്റെ നിരപരാധിത്വം കാലം തെളിയിക്കും. അന്നതായി അമ്മോ, അയ്യോ. നിനക്കെന്താ ഒരു മൂഡ് ഔട്ട്? ഇഷ്ടം തുറന്നു പറയാനുള്ള ശ്രമം ഇന്നും പരാജയപ്പെട്ട് കാണും. വക്കീല് മത്സരിക്കാൻ തയ്യാറായ സ്ഥിതിക്ക് നീ അല്പം സ്പീഡ് കൂട്ടിയേ പറ്റൂ. വൺ വേ ആകുമ്പോ പിന്നെ എത്ര സ്പീഡിൽ വേണമെങ്കിലും പോവാലോ, അല്ലേ കൂട്ടുകാരാ? എന്തായാലും മത്സരിക്കാനൊന്നും ഞാനില്ല. മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മതി. എനിക്കുറപ്പാ അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്. അല്ല, സപ്പർ സർക്കിറ്റ് എടുത്തിട്ട് കുറെ ദിവസമായില്ലേ? ഇന്നൊന്ന് കളപ്പുര കൂടിയാലോ? വിശാലാക്ഷൻ സംഭവം മറന്നു നീ. ഏതായാലും ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്ന നല്ലതെന്ന് എനിക്ക് തോന്നണേ. പല നാൾ കട്ടാൽ ഒരു നാൾ പിടിക്കപ്പെടുന്ന ചൊല്ല്. ഇതുവരെ രക്ഷപ്പെട്ടത് നമ്മുടെയൊക്കെ ഭാഗ്യം. ഒര നിറഞ്ഞു നിൽക്കുന്ന രണ്ട് പെങ്ങന്മാരുള്ളവനെ ഞാൻ. ഒര നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ ചുമരങ്ങ് തട്ടിയാ പോരെ. കൊത്തി കൊത്തി തറവാട്ടിക്കൽ കൊത്തല്ലേ? പേരുദോഷം പെങ്ങന്മാർക്ക് മാത്രമൊന്നുമല്ല, എനിക്കുണ്ട്. റാങ്ക് ലിസ്റ്റിനെ വിളിച്ചു വയ്ക്കുന്ന ഒരു അഭ്യസ്ത വിദ്യയാണ് ഞാൻ. അവന്റെ ഒരു റാങ്ക് ലിസ്റ്റ്. എടാ, നിന്റെ റാങ്ക് ലിസ്റ്റിന്റെ വിളിയൊക്കെ വലുതാണടാ നമ്മുടെ വിശപ്പിന്റെ വിളി. ഇന്ന് രാത്രി വീണ്ടും നമ്മൾ കൂടും. പദ്ധതിയൊക്കെ എന്റെ മനസ്സിലുണ്ട്. തവിടും പിണ്ണാക്കും തിന്നുകൊഴുത്ത നല്ല സുന്ദരി കോഴികൾ. എവിടെ എവിടെ? ഗോപാല മുതലാളിയുടെ വീട്ടിൽ. ചന്തയുടെ വീട്ടിലോ? അതെ. എന്തെങ്കിലും കല്യാണം കഴിഞ്ഞാൽ ഫസ്റ്റ് നൈറ്റിൽ പറയാൻ ഒരു തമാശ വേണ്ട. തമാശയ്ക്ക് വേണ്ടിട്ടാണെങ്കിൽ റോട്ടിൽ കൂടി തുണിയിലാണ് നടന്ന പോരെ. എടാ, നിന്റെ ആഗ്രഹങ്ങളിൽ ഭൂമിയിൽ വെച്ച് നടക്കാൻ സാധ്യതയുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. അതെന്താ? കാമുകിയുടെ വീട്ടിലെ കോഴിമോഷണം. വിവാഹവും ഫസ്റ്റ് നൈറ്റും പരലോകത്ത് വെച്ചെങ്കിലും നടക്കട്ടെ എന്ന് ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ.